ഷുഡ് യു സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ഇൻ 2027? ഒരു കാര്യം നോക്കുക, നേരത്തെ 150,000 സ്റ്റുഡൻസ് US പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ബിക്കോസ് ഓഫ് ദ അൺസർട്ടനിറ്റി ഡൊണാൾഡ് ട്രംപ് വന്നു, കുറേ റൂൾസ് മാറ്റി, സ്റ്റുഡൻസിന് ഫ്ലെക്സിബിൾ അല്ല, സ്റ്റുഡൻസിന് പോകാൻ നല്ലൊരു ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ള തോന്നലുണ്ടാക്കി. അപ്പോൾ വിസ കിട്ടുന്നത് US സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ട്. 150,000 സ്റ്റുഡൻസ് കാനഡയിൽ പോയിക്കൊണ്ടിരുന്നു, അതും ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ UK എന്താ ചെയ്യുന്നത്? UK അതേപോലെയൊക്കെ തന്നെ സ്റ്റുഡൻറ്റ് നമ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ILR വരുന്നു, അങ്ങനത്തെ ILRൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് കൂട്ടാൻ പോകുന്നു, റിക്വയർമെൻറ്റ് ഓഫ് ILR. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ഓസ്ട്രേലിയ സംഭവിക്കുന്നത്? ഓസ്ട്രേലിയ സ്റ്റിൽ 4th ലാർജസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. എന്താണ് ഓസ്ട്രേലിയ സംഭവിക്കുന്നത്? നിങ്ങളുടെ പ്രൊഫൈൽ ഓസ്ട്രേലിയക്ക് ഫിറ്റ് ആകുമോ? ആ നമ്പർ ഓസ്ട്രേലിയയിലേക്കുള്ള ആപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് വിസ റിജക്ഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഷുഡ് യു സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ഇൻ 2027? വാട്ട് ഇസ് ദ സ്കോപ്പ് ഗോയിങ് ടു ലുക്ക് ലൈക്ക്? നിങ്ങളുടെ പ്രൊഫൈൽ ഓസ്ട്രേലിയക്ക് സെലക്ട് ആകുമോ? വിസ കിട്ടുമോ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ എല്ലാ ഡീറ്റെയിൽസും ചുരുക്കി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിൽ. തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓസ്ട്രേലിയക്ക് എലിജിബിൾ ആവുകയില്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ വിസ പ്രോസസ്സുകൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ഇന്ത്യൻസിന്. നമ്മൾ ഇന്ത്യൻസ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പോപ്പുലേഷനായിട്ട് മാറിയിരിക്കുകയാണ്, ഇംഗ്ലണ്ടിനെ കടത്തി വെട്ടിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ UK പോസ്റ്റ് സ്റ്റഡി വർക്ക് ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്, 2 വർഷം എന്നുള്ളത് 1.5 വർഷത്തിലേക്കും. കാനഡ ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. യൂറോപ്പിലാണെങ്കിലോ സ്ട്രിക്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ഗ്രോയിങ് മാർക്കറ്റ്. US ഓൾറെഡി അൺസർട്ടൻ. വാട്ട് അബൌട്ട് ഓസ്ട്രേലിയ? ഓസ്ട്രേലിയ ഈസ് മേക്കിംഗ് ഷുവർ വൺ തിങ്, ഓൺലി ജെനുവിൻ സ്റ്റുഡൻസ് വിൽ കം ദർ. ജെനുവിൻ ടാലൻസിനെയാണ് ഓസ്ട്രേലിയക്ക് വേണ്ടത്, ജെനുവിൻ സ്റ്റുഡൻസിനെയാണ് ഓസ്ട്രേലിയക്ക് വേണ്ടത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വൺ മേജർ ചേഞ്ച് ഹാപ്പൻ. പണ്ട് ജെനുവിൻ എൻട്രൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്രൈറ്റീരിയ ഇന്ന് ജെനുവിൻ സ്റ്റുഡൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ആയിട്ട് മാറി. ഈ ഒരു ക്രൈറ്റീരിയക്കകത്ത് എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്, ഈ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് ഫ്യൂച്ചർ പ്ലാൻസ്, ആൻഡ് ഓൾസോ ഏത് കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ 3 കാര്യങ്ങളും തമ്മിൽ നല്ല അലൈൻമെൻറ്റും ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ SOP ഒരു GS റിക്വയർമെൻറ്റ് ക്ലിയർ ആവാണ്ട് വരും. അതുവഴി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ബ്ലോക്ക് ആവും. അതുപോലെ വിസ റിജക്ഷനും വളരെ സാധ്യതയാണ്. അപ്പോൾ ഈ കാര്യം വളരെ നന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോയി പഠിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം പഠിക്കുക, ആ രാജ്യത്ത് സ്കിൽ ഷോർട്ടേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, ആ രാജ്യത്ത് ഏത് സ്റ്റേറ്റ്സിലാണ് ഇതിന് ഏറ്റവും സാധ്യത എന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ നന്നായിട്ട് പഠിച്ച് വേണം നിങ്ങൾ SOP എഴുതാൻ പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിജക്ഷൻ റേറ്റ്സ് കുറയ്ക്കാൻ പറ്റും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇന്ത്യയുടെ വിസ റിജക്ഷൻ റേറ്റ് ഇസ് 40%. ആൻഡ് അനദർ സെക്കൻഡ് മേജർ ചേഞ്ചസ്, സ്റ്റുഡൻറ്റ് വിസ ഫീസ് കൂടിയിട്ടുണ്ട്, $2,000 ആണ്. പക്ഷേ അത് വലിയ കുഴപ്പമില്ല, കാരണം UK ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് വിസ ഫീസ് ഇസ് ഓൾമോസ്റ്റ് സെയിം. സോ ദാറ്റ് ഇസ് ഫൈൻ. അറ്റ് ദ സെയിം ടൈം ലിവിങ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്, 29,000 എന്ന് അവർ പറയുന്നു അല്ലേ. അപ്പോൾ ഇത് എക്സ്പെൻസീവ് ആണ്. ഓസ്ട്രേലിയ നമ്മുടെ സാധാരണ പോലെയല്ല. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസീവ് കൺട്രി ടു ലീവ് ഇൻ. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, കോസ്റ്റ് ഇസ് ഹയർ ബട്ട് റിട്ടേൺസ് ആർ ഓൾസോ ഹയർ. പഠിക്കാനുള്ള ചിലവ് കൂടുതലാണെങ്കിലും ഏറ്റവും കൂടുതൽ വേജ് കിട്ടുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ. എന്തുകൊണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ബെറ്റർ ജോബ് മാർക്കറ്റ് ഉണ്ട്. വെൻ കമ്പയർഡ് ടു യൂറോപ്പ് ഓർ UK, ഓസ്ട്രേലിയ has got a better job market, better salaries, better post-study work opportunities. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സ്റ്റേ ബാക്ക് ബാച്ചിലേഴ്സിന് 2 to 4 ഇയേഴ്സും മാസ്റ്റേഴ്സിന് 3 to 6 ഇയേഴ്സും സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. 3 to 5 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. PhDയിലേക്ക് പോകുകയാണെങ്കിൽ 6 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ ഇത് PR ചാൻസസ് മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ സ്റ്റിൽ സ്ട്രോങ് ആണ്, ബെറ്റർ ആണ്. That's why Australia still stays strong. Another important update, MD 115, Ministerial Direction 115. അപ്പം ഇത് പറയുന്നത് now visa decisions will depend mainly on 2 things, കൺട്രിയുടെ റിസ്ക് ലെവൽ ആൻഡ് ഓൾസോ യൂണിവേഴ്സിറ്റിയുടെ ലെവൽ അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്ന് നോക്കിയിട്ടാണ്, എത്ര ജെനുവിൻ സ്റ്റുഡൻസിനെ പ്രീവിയസ് ഇയേഴ്സിൽ ഇൻടേക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ റേഷ്യോ നോക്കിയിട്ടാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും ലെവൽ 1 ലെവൽ 2 ആണ്, ഒന്നും തന്നെ ലെവൽ 3 അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സ്റ്റുഡൻസിന് ഹൈ റിസ്ക് കൺട്രീസിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ടഫായിരിക്കും, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് കാണിക്കേണ്ടി വരും. ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ വിസ സക്സസ് ബെറ്റർ ആക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ്. ലെവൽ 1 യൂണിവേഴ്സിറ്റി വിത്ത് ഗുഡ് റാങ്കിങ്സ്, that will significantly improve your visa chances. Also understand this, financial documents like ITRs are very 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 important. അതില്ലാണ്ട് നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ സ്പോൺസേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ മസ്റ്റ് ആണ്. വിദേശത്താണെങ്കിൽ നമുക്ക് ITR, നമുക്ക് അവിടുത്തെ സാലറി സ്ലിപ്പ് മതിയാവും. 12 ലക്ഷത്തിന് വാർഷിക വരുമാനം കാണിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് ഓസ്ട്രേലിയയുടേത്. ഇനി പോസ്റ്റ് സ്റ്റഡി വർക്ക് റൈറ്റ്സിനെ പറ്റി പറയാം. ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്നയാൾക്ക് എത്ര കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടുമെന്ന് അറിയാമോ? 3 years മിനിമം കിട്ടും. സിഡ്നി പോലെയുള്ള കാറ്റഗറി 1 സ്ഥലങ്ങളിലാണെങ്കിൽ, അഡിലേഡ് പോലെയുള്ള കാറ്റഗറി 2 സ്ഥലങ്ങളിലാണെങ്കിൽ 4 years
ആൻഡ് ഡാർവിൻ പോലെയുള്ള കാറ്റഗറി 3 സ്ഥലങ്ങളിലാണെങ്കിൽ 5 ഇയേഴ്സും സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റീജിയണൽ ഏരിയയിൽ പഠിക്കുന്ന ഒരു സ്മാർട്ട് മൂവ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നിങ്ങൾക്ക് PR ലേക്ക് ലാൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. അതുകൂടാതെ 491 റീജിയണൽ ഏരിയ വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെ മോർ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ മോർ എക്സ്പീരിയൻസിന് PR ലേക്കുള്ള പോയിന്റ്സ് നിങ്ങളുടെ ബൂസ്റ്റ് ആകും. അതുവഴി നിങ്ങളുടെ PR ചാൻസ് ഡെഫിനറ്റ്ലി കൂടും. അതുകൂടാണ്ട് റീജിയണൽ ഏരിയ പഠിക്കുമ്പോൾ PR ലേക്ക് 5 പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് നിങ്ങൾ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ റീജിയണൽ ഓസ്ട്രേലിയ നീഡ്സ് സ്കിൽ പീപ്പിൾ. അപ്പോൾ ഓസ്ട്രേലിയ എവിടെയെങ്കിലും നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി പ്ലാൻ ഉണ്ടെങ്കിൽ റീജിയണൽ ഏരിയ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ വീണ്ടും പറയുകയാണ്. വി വർ ദ വൺസ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫ്രം ദ ടൈം ലൈക്ക് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള നമ്മൾ ഹോല വേൾഡ് ആണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നൗ കമ്മിങ് ടു ദ ഡിസിഷൻ, ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ് ഗോ ഫോർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. കാരണം ഓസ്ട്രേലിയ ഇപ്പോഴും ഒരു നല്ല സ്ട്രോങ് പ്ലാനാണ്. നിങ്ങൾ ചീപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എടുത്ത് വെറുതെ നിങ്ങളുടെ കരിയർ കളയരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല മേഖലകൾ, ലൈക്ക് ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ ഉള്ള മേഖലകൾ ലൈക്ക് IT ഓർ അക്കൗണ്ടിങ് എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിച്ച് നിങ്ങളുടെ കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഹെൽത്ത് സെക്ടറിലൊക്കെ ആണെങ്കിൽ ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി കിട്ടിയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ആൻ എക്സ്റ്റെൻറ്റ്. കാരണം ഇറ്റ് ഓൾ ലീഡ്സ് ടു എ ജോബ്. ബിക്കോസ് ഇഫ് യു ഹാവ് എ രജിസ്ട്രേഷൻ യു വിൽ ഗെറ്റ് എ ജോബ്. അതാണ് ഹെൽത്ത് സെക്ടറിൻ്റെ ഗുണം. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റാണ് പ്രോബ്ലം എങ്കിൽ ജർമ്മനി ക്യാൻ ബി ആൻ ഓപ്ഷൻ, യൂറോപ്യൻ കൺട്രീസ് ക്യാൻ ബി ആൻ ഓപ്ഷൻ. ഇതിനൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസും ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തേക്കാം. ബട്ട് റിമെമ്പർ വൺ തിങ്, ഡോണ്ട് മിസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ ലൈഫ്. സ്റ്റഡിങ് ഇൻ ഓസ്ട്രേലിയ ഇസ് ഗുഡ് ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസകൾക്ക് എടുക്കുന്ന സമയം ഡിഫറൻസ് പ്രയോറിറ്റി 1, 2, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു ഇൻഡിക്കേറ്റീവ് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അലോക്കേഷൻ്റെ 80% അവർ മീറ്റ് ചെയ്യുന്നത് വരെ അവർ പ്രയോറിറ്റി 1 ഫാസ്റ്റ് ലെയിനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. 80 to 115%ലാണെങ്കിൽ മോഡറേറ്റ് ലെവലിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും സ്ലോ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അവരുടെ ഇൻഡിക്കേറ്റീവ് ത്രഷോൾഡ് 115% ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ മാത്രമേ ഇപ്പോൾ പ്രയോറിറ്റി 2 ലെയിനിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്രയോറിറ്റി 1ലാണ്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ആക്ച്വലി വിസ ക്ലിയർ ചെയ്യാൻ ഇനി സമയം വേണ്ട, വളരെ ഫാസ്റ്റായിട്ട് വിസ വരുന്നുണ്ട്. അപ്പോൾ ജൂലൈ ഇൻടേക്കിലേക്കും സെപ്റ്റംബർ ഇൻടേക്കിലേക്കും ഒക്കെ ഓസ്ട്രേലിയ ട്രൈ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം. ജോയിൻ എ ലാംഗ്വേജ് അക്കാഡമി. വി ഹാവ് ഹോല ലാംഗ്വേജ് ലാബ്. The amazing scores are coming out. So if you want to join our language academy, you will get extra scholarships and benefits as well. Talk to our counselors. Also നിങ്ങൾക്ക് ഓസ്ട്രേലിയയെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഓസ്ട്രേലിയ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എൻക്വയറി ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് I have hired lot of golden counselors, especially mastering in Australian studies. So don't wait. Just click the link and fill the form, or else if you are lazy to do that, just call our WhatsApp number. We will reach out to you. Thank you. So this is Jaswin signing out from Hola World YouTube channel.